മെൻസ് കമ്മീഷൻ വേണമെന്നുള്ള കാര്യത്തിൽ വേണമെങ്കിൽ 16 ദിവസത്തെ ജയിൽവാസം കഴിഞ്ഞ് ഞാൻ ഇരട്ടി ശക്തിയോടെ ആ നിലപാടാകുമെന്ന് ഞാൻ പറയാം. പക്ഷേ ഇരട്ടി ശക്തിയുമല്ല, താഴെ ശക്തിയുമില്ല. മെൻസ് കമ്മീഷന് മുമ്പ് എത്രമാത്രം നിലപാടുണ്ടോ അതിപ്പോഴും ഉണ്ട്. കാര്യം എനിക്ക് ജയിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൊണ്ടല്ല ഞാനൊരു നിലപാടെടുക്കുന്നത്. അത് ഈ നാടിന് ആവശ്യമാണ്. 246 നമ്പർ ബില്ല് കേരള നിയമസഭ പ്രസിദ്ധീകരിച്ച ഡോക്യുമെൻ്റാണിത്. സ്വകാര്യ ബില്ലായി എൽദോസ് കുന്നപ്പള്ളി അവതരിപ്പിക്കുന്നത്. മുമ്പ് എത്ര ശക്തിയോടുകൂടി മുമ്പോട്ട് പോയിരുന്നോ അത്രയും ശക്തിയോട് ഇപ്പോഴും പോകും. അതിനെക്കാട്ടി കൂടുകയില്ല, കുറയുകയില്ല. കാര്യം എനിക്ക് നേരെ ഒരു അനീതി നടന്നതുകൊണ്ടോ എനിക്ക് നേരെ കള്ളക്കേസ് വരുന്നതുകൊണ്ടോ അല്ല ഞാൻ മെൻസ് കമ്മീഷൻ ചോദിക്കുന്നത്. ഇതേപോലെ ഒരുപാട് പേർക്കെതിരെ കള്ളക്കേസുകൾ വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്കെതിരെ വന്നത് ഒരു വ്യാജ പരാതിയാണ്, കള്ളക്കേസാണ്. ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ പോലീസ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആർക്കും ഈസിലി എവിഡൻ്റ് ആണ്. പക്ഷേ ഏതൊരു പുരുഷനെയും ഈസിയായി ജയിലിൽ അടയ്ക്കാനുള്ള ഒരു അവസരം നമ്മുടെ ഭരണകൂടത്തിനുണ്ട്. അത് പാടില്ല. അത് ശ്രീ ദിലീപിൻ്റെ കേസിൽ നമുക്ക് കാണാം, ശ്രീ രാഹുൽ ബാങ്കൂട്ടത്തിൻ്റെ കേസിൽ കാണാം, മുമ്പ് ശ്രീ സിദ്ദിഖിൻ്റെ കേസിൽ കാണാം, ശ്രീ എൽദോസിൻ്റെ കേസിൽ കാണാം, ശ്രീ മുകേഷിൻ്റെ കേസിൽ കാണാം. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമോ സാമുദായിക പ്രശ്നമോ അല്ല. ഇത് കോൺഗ്രസ്, BJP, CPM ഭേദമില്ല, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഭേദമില്ല. ഏതൊരാണും റിസ്കിലാണ്. ആ പുരുഷന്മാർക്ക് വേണ്ടിയാണ് ഈ മെൻസ് കമ്മീഷൻ. അല്ല, ഞാൻ ഇതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ മെൻസ് കമ്മീഷൻ അല്ലെങ്കിൽ മെൻസ് അസോസിയേഷൻ എന്നുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിക്കുന്നത്. ഇപ്പോൾ സവാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വളരെയധികം പൂമാലായിട്ട് സ്വീകരിച്ച ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. വീണ്ടും അതേ സാഹചര്യത്തിൽ അയാളെ പിടികൂടുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെയുള്ള ആൾക്കാരെയും ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കുന്നുള്ള ചോദ്യമാണ്. തീർച്ചയായും നേരെ തിരിച്ചാണ്. സവാദിനെ പൂമാലയിട്ട് സ്വീകരിച്ചത് രണ്ടാം വട്ടം കൂടി വന്നപ്പോൾ അത് പൂർണ്ണമായും തെറ്റാണ്. സവാദിന്റെ വിഷയത്തിൽ അതുകൊണ്ടാണ് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞത് എവിടെയും കേൾക്കില്ല. എന്നെ അന്നും ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല, പ്രത്യേകിച്ച് വിഷയത്തെക്കുറിച്ച് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല. റിപ്പീറ്റ് ഒഫൻഡർ ആയി വരുമ്പോൾ നമുക്കത് വിശ്വസിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുകൊണ്ട് നമ്മൾ അമിതോത്സാഹവും അമിതാവേശവും കാണിക്കരുത്. അവിടെയാണ് പല ആൾക്കാരും പടക്കം പൊട്ടിക്കുന്നു തുടങ്ങിയ പരിപാടികൾ. ഞാൻ പറഞ്ഞ ആ പടക്കം പൊട്ടിക്കൽ അടക്കമുള്ള പരിപാടി വേണ്ട. ശ്രീ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിലാണെങ്കിലും പടക്കം പൊട്ടിക്കൽ അടക്കമുള്ള പരിപാടി വേണ്ട എന്ന് പറയാനുള്ള കാരണം നമ്മൾ ഓവറാക്കരുത്. ഫെമിനിസ്റ്റുകളുടെ കുരു പൊട്ടിക്കുകയല്ല നമ്മുടെ ഉദ്ദേശം. അതാണ് പല ആൾക്കാർക്കും ഉള്ളത്. ഈ ഫെമിനിസ്റ്റുകളുടെ ചില ആൾക്കാരുടെ പ്രശ്നം ആണുങ്ങളുടെ ഗുരു എങ്ങനെങ്കിലും പൊട്ടിക്കുക എന്ന് പറയുന്നതാണ്. നേരെ തിരിച്ച് ഇപ്പുറത്ത് മെൻസ് കമ്മീഷന് വേണ്ടി പോരാടുന്ന ചിലർക്കെങ്കിലും ഫെമിനിസ്റ്റുകളുടെ കുരു പൊട്ടിക്കാം എന്നുള്ള ആഗ്രഹമാണ്. നമ്മൾ ആരുടെയും കുരു പൊട്ടിക്കാനല്ല, എല്ലാവർക്കും നീതി കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നത് വരെ ഒരാളെ കുറ്റവാളിയായി മുദ്രകുത്തരുത്. അല്ല, അത് നേരെ തിരിച്ചും ഉള്ള സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ്, താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ ആശയങ്ങളെല്ലാം വ്യത്യസ്തമായിരുന്നു. വളരെ വലിയ രീതിയിൽ ഡിബേറ്റുകൾ പല പ്രമുഖ ചാനലുകളിലും കണ്ടിട്ടുള്ളത്. എന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിസൺ എന്ന് വിളിച്ചിട്ടുള്ളതാണ്. അതായത് നോർത്ത് ഇന്ത്യയിൽ അർണബ് ഗോസ്വാമിയാണ് പോയിസൺ, സൗത്ത് ഇന്ത്യയിൽ രാഹുൽ ഈശ്വറാണ് പോയിസൺ. ഇന്ത്യൻ ഫാസിസത്തിൻ്റെ, അതായത് ഇന്ത്യൻ ഹിന്ദു ഫാസിസത്തിൻ്റെ ചിരിക്കുന്ന മുഖമാണ് രാഹുൽ ഈശ്വർ എന്ന് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ട് ആയിക്കോട്ടെ, അഭിപ്രായ വ്യത്യാസം ഇന്ന് നാളെ മറ്റന്നാളും കാണും. അതുകൊണ്ട് പുള്ളിക്ക് നേരെ ഒരു കള്ളക്കേസ് വരുമ്പോൾ വേണ്ടേ? ഇനി പുള്ളിക്ക് നേരെ കള്ളക്കേസാണെന്ന് രാഹുൽ ഈശ്വർ അല്ലല്ലോ, കോടതി പറഞ്ഞില്ലേ. രണ്ടാമത്തെ പരാതി, അതായത് റേപ്പ് വിക്ടിമിന്റെ രണ്ടാമത്തെ പരാതിയിൽ കോടതി സംശയങ്ങൾ പ്രകടിപ്പിച്ചില്ലേ. ഒന്നാമത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാര്യം ഞാനും കൂടി ഇൻവോൾവ് ആയ കേസാണ്. എനിക്കെതിരെയും കൂടെ പരാതി കൊടുത്തതുകൊണ്ട് ഞാൻ തൽക്കാലം പറയുന്നില്ല, പോട്ടെ. അത് കോടതി സബ് ജുഡീസ് ആയ ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ആ കോടതിയോടുള്ള ബഹുമാനം കാണിക്കുന്നു. പക്ഷേ ഇവർക്കെതിരെ രണ്ടാമത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു പെൺകുട്ടി പരാതി കൊടുത്തതിൽ സംശയമുണ്ടെന്ന് കോടതി പറഞ്ഞില്ലേ.